നാസയുടെ ചാന്ദ്ര ദൗത്യം ആർടെമിസ് 2 ദൗത്യ സംഘം ഭൂമിയിൽ മടങ്ങിയെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 5:37 ശാന്തസമുദ്രത്തിലാണ് പേടകം ഇറക്കിയത്. ചന്ദ്രന്റെ വിദൂര വശത്തുകൂടി യാത്ര ചെയ്ത് മടങ്ങിയെത്തിയ സംഘം 11 ലക്ഷത്തിലധികം കിലോമീറ്ററാണ് താണ്ടിയത്. Splashdown confirmed. ശാന്തസമുദ്രത്തിലെ സാന്റിയാഗോ തീരത്തിനടുത്ത് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഓറിയോൺ പേടകം പറന്നിറങ്ങി. From the pages of Jules Verne to a modern-day mission to the moon, a new chapter of the exploration of our celestial neighbor is complete. 1.5 മണിക്കൂർ നീണ്ട സുരക്ഷാ പരിശോധനകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷം സംഘത്തിലെ 4 പേരെയും എയർലിഫ്റ്റ് ചെയ്ത് USS ജോൺ പി മാർത്ത എന്ന അമേരിക്കൻ പടക്കപ്പലിലേക്ക് മാറ്റി. കമാൻഡർ റീഡ് വൈസ്മാന്റെ നേതൃത്വത്തിൽ ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്രോവർ, ജെറമി ഹാൻസൺ എന്നിവരാണ് അരനൂറ്റാണ്ടിനു ശേഷം ചന്ദ്രനരികിലെത്തിയ ദൗത്യത്തിൽ പങ്കാളികളായത്. ഏപ്രിൽ 1 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ശേഷം ഏപ്രിൽ 7 പുലർച്ചെയാണ് ചന്ദ്രന് 4000 കിലോമീറ്റർ അരികെ പേടകമെത്തിയത്. ചന്ദ്രനിലെ ഗർത്തങ്ങളും ലാവാ പ്രവാഹത്തിന്റെ അടയാളങ്ങളും ഒപ്പിയെടുത്ത ദൗത്യത്തിൽ ഭൂമിയുടെ ഉദയവും സൂര്യഗ്രഹണവും സംഘത്തിന് കാണാനായി. 1972 അപ്പോളോ ദൗത്യത്തിൽ സ്ഥാപിച്ച ഏറ്റവും ദൂരം കൂടിയ മനുഷ്യയാത്ര എന്ന റെക്കോർഡും ആർടെമിസ് ഭേദിച്ചു. സങ്കീർണതകൾ ഏറെയുള്ള മടക്കയാത്രയും നാസ കൃത്യതയോടെ പൂർത്തിയാക്കി. ശാന്തസമുദ്രത്തിന്റെ ഓരത്ത് കാത്തുനിന്ന മനുഷ്യർക്ക് പുറമെ ലോകമെമ്പാടുമുള്ളവരും നിറഞ്ഞ കയ്യടികളോടെയാണ് കൺനിറയെ ചന്ദ്രനെ കണ്ട ചരിത്ര മനുഷ്യരെ തിരികെ ഭൂമിയിലേക്ക് സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.